ഇന്നലെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 2 സ്വർണവും 1 വെള്ളിയും നേടിയ അഷ്മികയുടെ വീട്ടിലേക്ക് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിലാണ് അഷ്മികയെ കാണുന്നതിന് വേണ്ടി വന്നത്. കാലിന് പരിക്കേറ്റതിനെ തുടർന്നാണ് അഷ്മികയ്ക്ക് 3ാമതൊരു സ്വർണം നേടാൻ കഴിയാതെ പോയിരുന്നത്. ഇങ്ങനെ പരിക്കേറ്റ അഷ്മികയെ വീട്ടിലേക്ക് രക്ഷിതാക്കൾ അത്രയും പാടുപെട്ടാണ് കൊണ്ടുവന്നത്. അഷ്മികയുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. കാല് കുഴപ്പമില്ല, കുറഞ്ഞു വരുന്നു. എടുത്തു കൊണ്ടുവന്നു എന്നെ അച്ഛൻ അവിടുന്ന്. കുറച്ച് ദൂരമുണ്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇങ്ങോട്ടേക്ക് എടുത്തു കൊണ്ടുവന്നു. മെഡല് നേടുന്നതിൻ്റെ മത്സരത്തിൻ്റെ ഇടയിലായിരുന്നു എനിക്കിങ്ങനെ പറ്റിയത്. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് അച്ഛൻ കാര്യം പറയുന്നത്, ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂല, കാലും വെച്ച് ഇങ്ങനെ നടന്നെന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റൂലല്ലോ. പിന്നെ ഒറ്റക്കാലിൽ ചാടുകയെന്ന് പറഞ്ഞാൽ ഇക്കാലിനത് ഇഞ്ചുറിയിലേക്ക് വരില്ല, എനിക്ക് പിന്നെയും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു 2 ദിവസം നിന്നത്. ഇനിയിപ്പോൾ നാളെ തിരിച്ചു പോകണം, ഇത്രേ ഉള്ളൂ ലീവ്. അപ്പോൾ വീട്ടിലേക്ക് ഒന്ന് വരാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല വഴി ഇങ്ങനെയായിട്ട്. എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു പരിസരത്ത്. ഇങ്ങനെ ആർക്കും ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ, മൊത്തം കല്ലായിട്ട്. അപ്പോൾ ഒരുപാട് അപ്പുറത്ത് കൂടെ വഴിയുണ്ട്, പക്ഷെ അത് ചുറ്റിപ്പോകണം, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുവഴി പണ്ടൊക്കെ വാഹനങ്ങളൊക്കെ പോയിരുന്നു, അന്ന് വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഇതുവഴി അങ്ങ് എത്തിയാൽ നേരെ എത്തും. ഇതിപ്പോൾ നല്ല പ്രശ്നമായി വരിക. ഹോസ്പിറ്റലിൽ കാണിച്ച് അങ്ങനെ പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ വീട്ടിൽ നിന്നു. 2 ദിവസം നിന്നപ്പോൾ അവൾ സങ്കടം പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണമെന്ന്. അങ്ങനെ ഇന്നലെ ഞങ്ങൾ എന്നെ എടുത്തു പോരാന്ന് ചോദിച്ചു. അങ്ങനെ അവിടുന്ന് വീട്ടിൽ വരെ എടുത്ത് പോന്നു. നല്ല സങ്കടമുണ്ട്. മോള് വരാൻ പറ്റിക്കില്ലല്ലോ, ഏട്ടൻ്റെ വീട്ടിലല്ലേ വന്നത്. ഞാൻ പറഞ്ഞു വരാനാവില്ല, നിങ്ങൾ കാലിന് സുഖമില്ലാണ്ട് ഇവിടെ വരാൻ പറ്റില്ലല്ലോ. കൃത്യമായിട്ട് റെഡിക്കുള്ള ആൾക്കാരുടെ ഇവിടെ നേരം വരാൻ ആകുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ പിന്നെ കാലിന് സുഖമില്ല, പിന്നെ തീരെ വരാൻ പറ്റില്ലല്ലോ. ഇത്രയും ഞാളെ പ്രവൃത്തി കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെയൊന്നുമില്ല ഞാൻ ആദ്യം. കൂടുതലായിട്ട് ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ള ഫിറോസ് നിറന്നാളും ഞാനും കൂടിയിട്ടാണ് ഇപ്പം മണ്ണ് കൊണ്ടിട്ട് ഇത്ര തോതില്ലാതെ അത് ഈ വെള്ളം വന്ന് ഫുള്ളം കുലിച്ചു പോയി. മെമ്പറോട് എന്നും കാണുമ്പോൾ ഞാൻ പറയും റോഡിൻ്റെ കാര്യങ്ങൾ പറയും. പക്ഷേങ്കിൽ അത് ഇതാന്ന് പറയും. പക്ഷേങ്കിൽ ഇത് ഇതുവരെ റെഡിയായി വന്നിട്ടില്ല. അടുത്ത ഇനി നാഷണൽസ് ആണ്, ഡിസംബറിലേക്കാണ് ഡേറ്റ് വന്നത്. ഇനി അതിലേക്ക് പോകണം. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് വേണം വർക്കൗട്ടൊക്കെ ചെയ്ത് റെഡിയാവാൻ. ലാസ്റ്റ് വർഷമാണ്, +2 ആണ്. അപ്പോൾ സ്കൂൾസ് അവസാനിക്കുകയാണല്ലോ. അപ്പോൾ ഒരു നല്ലൊരു പെർഫോമൻസ് കാണിച്ചിട്ട് വരണം എന്നാണ് ആഗ്രഹം. എനിക്കൊരു സുഖമായി നടന്നു വരാൻ, ഒരു വണ്ടി സൗകര്യത്താൽ ഇവിടെ വരെ വന്നിറങ്ങാൻ ഒരാഗ്രഹം. അപ്പോൾ ഒരു നല്ലൊരു വഴി. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.